നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ് കണ്ട് പഠിച്ചിട്ട് ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് ഈ വരുന്ന ഒക്ടോബർ മാസം 2-ന് ആരംഭിക്കുന്നതാണ്. അപ്പൊ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. എല്ലാം വളരെ റീസണബിൾ ആയിട്ടുള്ള ഫീസേ ഉള്ളൂ. LDC ലോങ് ടേം ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ബെഫ്കോ LD, VFA അതുപോലെ LDC ഈ 3 പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി LGSന് വേണ്ടി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, CPO, WCPO ഈ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇനി വരുന്ന 10th പ്രിലിംസിനൊക്കെ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th പ്രിലിംസിന്റെ ഫീസ് 499 രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാ കോഴ്സുകൾക്കും വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കയറി ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഹർഷിതം എജ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിരിക്കാം. ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ഫാക്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഫാക്ട് ആണ്. ലോകത്താദ്യമായിട്ട് നിർമ്മിത ബുദ്ധി മന്ത്രിയെ നിയമിച്ച രാജ്യം ഏത്? ലോകത്താദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അൽബേനിയയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിച്ചത്? രാജ്യത്തെ അഴിമതി തടയുക, അല്ലെങ്കിൽ രാജ്യത്ത് നിന്നും അഴിമതി പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മന്ത്രിയെ അൽബേനിയ നിയമിച്ചത്. ഓക്കെ, ഓർക്കുക. ജോനാഗിരി, ആന്ധ്രാപ്രദേശിലെ ജോനാഗിരി ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ആന്ധ്രാപ്രദേശിലാണ്. പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ സ്വർണ്ണ ഖനിയാണ് ഏത്? എവിടെ നിലവിൽ വരുന്നത്? ജോനാഗിരിയിൽ. അപ്പൊ പ്രതീക്ഷിത ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ സ്വർണ്ണ ഖനി എവിടെയാണ് നിലവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ജോനാഗിരിയിലാണ്. ജോനാഗിരി ഏത് സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഫാക്ട് ആണ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? മലയാള നടൻ മോഹൻലാൽ. അപ്പോ ഇന്ത്യൻ സിനിമയിലെ പരമോന്നത സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. മലയാളത്തിൽ നിന്നും ലഭിക്കുന്ന ആദ്യത്തെ നടൻ കൂടിയാണ് മോഹൻലാൽ. മലയാളത്തിൽ ഇതിനു മുന്നേ അടൂർ ഗോപാലകൃഷ്ണൻ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സംവിധായകനാണ്. അപ്പൊ ആദ്യത്തെ നടൻ, മലയാള നടൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മോഹൻലാൽ ആണ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് അടുത്തിടെ ലഭിച്ചത്. ഇനി ഞാൻ ഒഴുകട്ടെ എന്നത് ഹരിത കേരളം മിഷന്റെ ഒരു പദ്ധതിയാണ്. ഇത് എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്? ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഹരിത കേരളം മിഷൻ ആരംഭിച്ച പുതിയൊരു പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഓർക്കുക, മുണ്ടക്കൈ, ചൂരൽമല, വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ മൂലം വയനാട് ടൂറിസം ആകെ ഒരു താളം തെറ്റിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വയനാട് ടൂറിസത്തെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് ടൂറിസം വകുപ്പ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. ആ പദ്ധതിയുടെ പേരാണ് എന്റെ കേരളം എന്നും സുന്ദരം. എന്റെ കേരളം എന്നും സുന്ദരം എന്നത് ടൂറിസം വകുപ്പിന്റെ, കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ്. എന്തിനു വേണ്ടി ആവിഷ്കരിച്ച? വയനാട് ടൂറിസത്തെ തിരിച്ചുപിടിക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്റെ കേരളം എന്നും സുന്ദരം. എന്റെ കേരളം എന്നും സുന്ദരം. ബന്ധു ക്ലിനിക്ക്. എന്താണ് ഈ ബന്ധു ക്ലിനിക് എന്നാൽ? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ബന്ധു ക്ലിനിക്ക്. അപ്പൊ ബന്ധു ക്ലിനിക്ക് ആർക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അതിഥി തൊഴിലാളികളാണ്. അതിഥി തൊഴിലാളികൾ. വ്യവസായ സൗഹൃദ അന്തരീക്ഷം പരിഗണിച്ച് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏത്? കേരളമാണ്.
വ്യവസായ സൗഹൃദ അന്തരീക്ഷം പരിഗണിച്ച് 2024 സെപ്റ്റംബർ മാസം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓർക്കുക, കേരളം. അപ്പൊ ഇവിടെ പറഞ്ഞ ഫാക്ട്സ് ക്ലിയർ ആണോ? അൽബേനിയയാണ് ലോകത്ത് ആദ്യമായി ഒരു AI മന്ത്രിയെ നിയമിച്ചത് അൽബേനിയ ആണെന്ന് ഓർക്കുക. ജോനാഗിരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ സ്വർണ്ണ ഖനി നിലവിൽ വരുന്നത്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാൽ ആണ്. ആദ്യമായിട്ടാണ് ഒരു മലയാള നടന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഹരിത കേരളം മിഷന്റെ പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് താറുമാറായ വയനാട് ടൂറിസത്തെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് എന്റെ കേരളം എന്നും സുന്ദരം. ബന്ധു ക്ലിനിക്കിന്റെ ലക്ഷ്യം എന്താണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. വ്യവസായ സൗഹൃദ അന്തരീക്ഷം കണക്കിലെടുത്ത് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. ഓക്കെ, അടുത്ത ഫാക്ട് നോക്കാം. എന്താണ് സുഭിക്ഷ കേരളം പദ്ധതി? ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. അപ്പൊ അതിനകത്ത് തന്നെയുണ്ട് സുഭിക്ഷ, സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് ഓർത്താൽ മതി. സുഭിക്ഷ കേരളം എന്നാൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? എപ്പോഴും ചോദിക്കാറുണ്ട്. സുഭിക്ഷ കേരളം പദ്ധതിയാണ്. 2025 ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ. ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ. അപ്പൊ 2025 ഏഷ്യ കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. വേദി ഇന്ത്യയാണ്. ഇനി 2026 ഏഷ്യ കപ്പ് നടക്കാനിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബെൽജിയത്തിലും നെതർലൻഡിലും വെച്ചാണ് നടക്കാനിരിക്കുന്നത്. അപ്പൊ ബെൽജിയം ആൻഡ് നെതർലൻഡ് ആണ് 2026 ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിന്റെ വേദി. അപ്പൊ ജേതാക്കൾ 2025 ജേതാക്കൾ ഇന്ത്യ. നടന്നത് എവിടെ വെച്ച് തന്നെയാണ്? ഇന്ത്യയിൽ വെച്ചാണ് നടന്നത്. അടുത്ത ഒരു പദ്ധതിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോർക്ക കെയർ. ഇത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. ബഹിരാകാശ നിലയത്തിലെത്തുന്ന എത്രാമത്തെ ബഹിരാകാശ സഞ്ചാരി, എത്രാമത്തെ വ്യക്തിയാണ് ശുഭാംശു ശുക്ല എന്ന് ചോദിച്ചാൽ 634. ലോകത്തിൽ ആകമാനമുള്ള കണക്കെടുത്താൽ ബഹിരാകാശ നിലയത്തിലെത്തുന്ന 634 സഞ്ചാരിയാണ് ശുഭാംശു ശുക്ല. വ്യാജ വെളിച്ചെണ്ണ അതിന്റെ വ്യാപാരം തടയാൻ വേണ്ടിയിട്ട് ഭക്ഷ്യ വകുപ്പ് ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നാളികേര. വ്യാജ വെളിച്ചെണ്ണയുടെ വ്യാപാരം തടയാൻ വേണ്ടി ഭക്ഷ്യ വകുപ്പ് ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നാളികേര. ഓക്കെ, അടുത്തൊരു പുസ്തകം എം ലീലാവതിയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകമാണ് കഥാപാർവം. ആരുടെ പുസ്തകമാണ്? എം ലീലാവതിയുടെ പുസ്തകം. അപ്പൊ അടുത്തിടെ പുറത്തിറങ്ങിയ കഥാപാർവം ആരുടെ പുസ്തകമാണ്? എം ലീലാവതി. അടുത്ത ഹരിത കേരളം മിഷന്റെ മറ്റൊരു പദ്ധതിയാണ് 1 കോടി വൃക്ഷത്തൈകൾ സംസ്ഥാനമൊട്ടാകെ നടാൻ വേണ്ടിയിട്ടുള്ള ഹരിത കേരളം മിഷന്റെ ഒരു ക്യാമ്പയിൻ ആണ് ഒരു തൈ നടാം എന്നത് ഹരിത കേരളം മിഷന്റെ ക്യാമ്പയിൻ ആണ്. 1 കോടി വൃക്ഷത്തൈകൾ സംസ്ഥാനമൊട്ടാകെ നട്ടുപിടിപ്പിക്കാനുള്ള ഹരിത കേരളം മിഷന്റെ ക്യാമ്പയിൻ ആണ് ഒരു തൈ നടാം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ്സ് സുഭിക്ഷ കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. 2025 ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കൾ ഇന്ത്യ. വേദി ഇന്ത്യ. 2026 വേദി ബെൽജിയം, നെതർലൻഡ്. നോർക്ക കെയർ എന്നത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ്. 634 വ്യക്തിയാണ് ശുഭാംശു ശുക്ല. എവിടെ എത്തുന്ന? ബഹിരാകാശ നിലയത്തിലെത്തുന്ന. വ്യാജ വെളിച്ചെണ്ണ തടയാൻ വേണ്ടിയിട്ട് ഭക്ഷ്യവകുപ്പ് ആവിഷ്കരിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നാളികേര.
കഥാപാർവം എന്നത് എം ലീലാവതിയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകമാണ്. ഹരിത കേരളം മിഷന്റെ 1 കോടി വൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കാനുള്ള ക്യാമ്പയിന്റെ പേരെന്താ? ഒരു തൈ നടാം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറി അറ്റൻഡ് ചെയ്തോണം. ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോയി എന്ന് വിശ്വസിക്കുകയാണ്. ഫസ്റ്റ് കമന്റിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. കൂടാതെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിരിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്